ആരോഗ്യം അമൂല്യം. പഠന വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ്. ലേണിംഗ് ഡിസബിലിറ്റി അഥവാ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് വളരെ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു ടേമാണ്. എന്നാൽ എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടി? ഒരു കുട്ടി സ്കൂളിൽ പോയി വേണ്ട സേവനങ്ങളെല്ലാം ലഭിച്ചിട്ടും പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതിനെയാണ് നമ്മൾ LD കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഈ കുട്ടികളിൽ സാധാരണമായി നോർമൽ റേഞ്ച് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടാകും. പുറമേ കാണാൻ വൈകല്യങ്ങളായി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിനാൽ ഇതിന് ഹിഡൻ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നു. നോർമൽ റേഞ്ച് ഓഫ് ഇൻ്റലിജൻസിന് കുറച്ച് താഴെ IQ ലെവലുള്ള കുട്ടികളെയും, ഇവരെ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയും, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ADD ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ADHD, ചില ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെയും ഈ കാറ്റഗറിയിൽ പെടുത്താം. വളരെ സിവിയർ ആയ കേസുകൾ ഈ കാറ്റഗറിയിൽ പെടില്ല. എന്തെന്നാൽ ലേണിംഗ് ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഉള്ള ശേഷി വേണം. ഇവരിൽ സാധാരണമായി റീഡിംഗ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, മാത്ത് എന്നീ ചില ഏരിയാസിലും ഓർമ്മശക്തി, മെമ്മറി, ധാരണ, പെർസെപ്ഷൻ, ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടർ എന്നതിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാം. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? പഠിപ്പിനോട് ഇഷ്ടക്കുറവ്, പഠിക്കാൻ വയ്യായ എന്നിവ മാതാപിതാക്കളോ അധ്യാപകരോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ചെറുപ്രായത്തിൽ കാണുന്ന ഈ വ്യത്യാസങ്ങൾ ഡെവലപ്മെന്റൽ ഡിലേസ് കൊണ്ടാവാം. ഉടൻ തന്നെ കുട്ടികളെ റെഫർ ചെയ്യണം. ഒരു ഇൻഫോർമൽ അസസ്മെന്റ് നടത്തി ഏതെല്ലാം ഏരിയാസിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് റെമീഡിയൽ ഇന്റർവെൻഷൻ തുടങ്ങണം. ഇത് 3 to 8 വയസ്സുള്ള കുട്ടികൾക്ക്. വലിയ കുട്ടികളാവട്ടെ ഒരു ഫോർമൽ അസസ്മെന്റ് നടത്തി വേണ്ട റെമീഡിയൽ ഇന്റർവെൻഷനും ചിലപ്പോൾ അവർക്ക് അക്കോമഡേഷൻസ് ആയി ക്ലാസ് റൂമിലും എക്സാമിനേഷനും കൊടുക്കേണ്ടി വരും. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് 3 തരമാണ്: മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. മൈൽഡ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് സാധാരണ സ്കൂൾ അറ്റൻഡ് ചെയ്ത് അവർക്ക് പുറമെ റെമീഡിയൽ ഇന്റർവെൻഷൻ കൊടുത്താൽ അതിൽ ചേഞ്ചസ് കാണാൻ സാധിക്കും. മോഡറേറ്റ് ആണെങ്കിലോ റെഗുലർ സ്കൂളിൽ പോവാം, റെമീഡിയൽ ഇന്റർവെൻഷനും കൊടുക്കണം, അതിൻ്റെ കൂടെ ക്ലാസ്സിലും പരീക്ഷയ്ക്കും പല അക്കോമഡേഷൻസും കൊടുക്കേണ്ടി വരും. സിവിയർ ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കുറെ കൂടെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയാലായിരിക്കും നല്ലത്. കുട്ടികൾക്ക് അവരുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമെങ്കിലും ഈ ഒരു ഏരിയയിൽ ധാരാളം ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ബിൽ ഗേറ്റ്സ്, ലൂയി പാസ്ചർ, ചാൾസ് ഡാർവിൻ, തോമസ് എഡിസൺ, ടോം ക്രൂസ്, ഇതുമാതിരി എത്രയോ US പ്രസിഡന്റ്സ്, ജോർജ് വാഷിംഗ്ടൺ, കെന്നഡി, തോമസ് ജെഫർസൺ, ഇവരെല്ലാം പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും പേരുകേട്ട ആളുകൾക്കെല്ലാം ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ലോകത്തിലേക്ക് വേണ്ട എത്ര കോൺട്രിബ്യൂഷൻസ് ആണ് ഇവരിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിനാൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇതൊരു അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? തീർച്ചയായും പഠിക്കുന്ന സമയത്ത് അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെ. എന്നാൽ വേണ്ട ഇന്റർവെൻഷൻ കൊടുത്ത് അവരുടെ മറ്റു കഴിവുകൾ പുറത്തു കൊണ്ടുവന്നാൽ അത് അവർക്ക് ഒരു അനുഗ്രഹം കൂടിയാകും. എല്ലാ LD ഉള്ള കുട്ടികളും ഫേമസ് ആകുമോ? തീർച്ചയായും ഇല്ല. എല്ലാം അവരുടെ പൊട്ടൻഷ്യലും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയും കിട്ടുന്ന സഹായവും അനുസരിച്ചിരിക്കും. അതുകൊണ്ട് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈ കുട്ടികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും ബിലീഫ് സിസ്റ്റമാണ് ഈ കുട്ടികളിൽ ചേഞ്ച് വരുത്താൻ പോകുന്നത്. പഠന വൈകല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ്.